RSS ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയത് ഭരണഘടനയെ അവഹേളിക്കുന്ന തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം ഇതിനായി തെരഞ്ഞെടുത്തത് ഗാന്ധി സ്മൃതി പോലും സംഘപരിവാർ ഭയപ്പെടുകയാണെന്നതിന്റെ തെളിവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത RSSന്റെയും സംഘപരിവാറിന്റെയും ചിഹ്നം ഉപയോഗിച്ചുള്ള തപാൽ സ്റ്റാമ്പും അതോടൊപ്പം തന്നെ നാണയവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് തീർത്തും ഭരണഘടനയെയും അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ്. മാത്രമല്ല ജനാധിപത്യത്തെ അവഹേളിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഇതിൽ വ്യാപക പ്രതിഷേധം തന്നെയാണ് രാജ്യത്തുടനീളം അതോടൊപ്പം തന്നെ കേരളത്തിലും ഉയരുന്നത് എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. മുഖ്യമന്ത്രി ഇക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു പ്രകാശനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം തന്നെ ഇതിനായി തെരഞ്ഞെടുത്തതും ഇതിന് പിന്നിൽ ഗൂഢശ്രമം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ സംഘപരിവാറിനെ പുകഴ്ത്തുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ BJP സർക്കാരിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രകാശനം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനു മുൻപും ഇതേ രീതിയിൽ RSS വൽക്കരണവുമായി ബന്ധപ്പെട്ട രാജ്യത്ത് BJP സർക്കാർ നടത്തിവരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ നിന്നും ഗാന്ധിയെ എടുത്തുമാറ്റുന്ന രീതി, അതിന് പകരം സവർക്കറെ പുകഴ്ത്തുന്ന രീതി, ഇതൊക്കെയും തന്നെ RSSനെ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ RSSനെ ഒന്നുകൂടി ഉയർത്തിക്കാട്ടുന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. ഇത് ദേശീയ ഒരു അംഗീകാരം കൂടിയാണ് ഇത്തരത്തിൽ നാണയവും തപാൽ സ്റ്റാമ്പും പുറത്തിറക്കുക എന്ന് പറയുന്നത്. അത്തരത്തിലേക്കുള്ള ഒരു പ്രവൃത്തിയിലേക്ക് കേന്ദ്ര സർക്കാർ പോയത് തീർത്തും പ്രതിഷേധാർഹമായ കാര്യം ആണ് എന്ന് തന്നെയാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ മന്ത്രി വി ശിവൻകുട്ടിയും രാവിലെ പ്രതികരിച്ചിരുന്നു. ഈ തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് തന്നെയാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. ഇതൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കാശ് തരാത്തത്. RSSന്റെ ചിഹ്നവും അവരുടെ പ്രചാരണ കാര്യങ്ങളും നാണയങ്ങൾ ഉൾപ്പെടുത്തി വിതരണം ചെയ്തത് ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിക്കേണ്ടതാണ്. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പിൻവലിക്കേണ്ടതാണ്. ഇവിടെ നാണയം ഉപയോഗിക്കുന്നത് RSSകാർ മാത്രമല്ല. കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സമീപനം കണ്ടു കഴിഞ്ഞാൽ നാണയം ഉപയോഗിക്കുന്നത് RSSകാർ മാത്രമാണ്. അപ്പോൾ RSSകാർക്ക് ഒരു നാണയം, മാർക്സിസ്റ്റുകാർക്ക് വേറൊരു നാണയം, കോൺഗ്രസ്സുകാർക്ക് വേറൊരു നാണയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കേട്ടുകളിവില്ലാത്ത കാര്യങ്ങളാണ്. എത്ര കടുത്ത രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് ഗാന്ധിയെ മാറ്റുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ സർവകലാശാലകളിലും RSS വൽക്കരണ നയം കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഒരു ശ്രമം ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിരുന്നു. അതിനെയൊക്കെയും തന്നെ ചെറുത്തു തോൽപ്പിച്ച് അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ പ്രതിഷേധവും ശക്തമായ മറുപടിയും നൽകിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മതനിരപേക്ഷ സമൂഹം ഇത്തരം നീക്കങ്ങൾ, അതായത് ഗൂഢമായ ഈ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് തുറന്നു കാട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.